Hi, good evening, all. Good evening. Okay, shall we start our class? Okay, first I will share the screen. Okay. Okay, screen share ചെയ്യുന്നത് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം ഇന്ന് കുറച്ച് ഗ്രാമർ പോർഷൻസും അതുപോലെ പെഡഗോജി അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഓക്കെ, കേൾക്കണില്ലേ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട്? ഓക്കെ. Okay, first question. We could barely walk on that slippery surface. This sentence means. ഈ സെന്റൻസ് കൊണ്ട് എന്താണ് മീൻ ചെയ്യണതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ കറക്റ്റ് മീനിങ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വി കുഡ് നോട്ട് വാക്ക് ആസ് എ സർഫസ് വാസ് സ്ലിപ്പറി. വി കുഡ് നോട്ട് വാക്ക് ആസ് വി wearing slippers. We could not easily walk to the surface was slippery. We could not easily walk through the surface. ഇതിൽ ഏതായിരിക്കും ആൻസർ വരാൻ ചാൻസ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? D ആണോ മാം? നോട്ട് B could not walk. മൈനസ് നെഗറ്റീവ് മീനിങ് അല്ലേ? മൈനസ് ആണ്, പക്ഷെ ആ ഒരു സെന്റൻസിന്റെ മീനിങ് കൂടി നമ്മൾ നോക്കണം. ഓക്കെ, പെട്ടെന്ന് നമുക്ക് തോന്നും അവിടെ കുഡ് നോട്ട് വാക്ക്, ആ കംപ്ലീറ്റ് സെന്റൻസിന്റെ മീനിങ് കൂടി നമ്മൾ ക്യാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മോൾ പറഞ്ഞത് ശരിയാണ്, ബെയർലി എന്നുള്ളത് നെഗറ്റീവ് ആണ്. അങ്ങനെ കുറച്ച് വേർഡ്സ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സെന്റൻസ് അവിടെ എന്താണ്, നെഗറ്റീവ് ആണ് അല്ലെ, നമുക്ക് പറ്റില്ല. അപ്പൊ ബെയർലി, അപ്പൊ നമുക്ക് വി കുഡ് നോട്ട് വാക്ക് അവിടെ എന്താ പറയുന്നത്, ഈ വഴുവഴുപ്പുള്ള പ്രതലത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അതിന് ആൻസർ കറക്റ്റ് വരുന്നത് വി കുഡ് നോട്ട് വാക്ക് ആസ് എ സർഫസ് വാസ് സ്ലിപ്പറി. ഓക്കെ, ഇപ്പൊ അങ്ങനെ കുറച്ച് നെഗറ്റീവ് വരുന്ന വേർഡ്സ് ആണ്, സെമി നെഗറ്റീവ് വരുന്ന വേർഡ്സ് ആണ് ഏതൊക്കെ? ഹാർഡ്ലി, ലിറ്റിൽ, നെവർ, സ്കെയർലി, സെൽഡം, ബെയർലി. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഹലോ. യെസ്. ഓക്കെ. അപ്പൊ ഈ വേർഡ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ എന്താണ്, സെമി നെഗറ്റീവ് വേർഡ്സ് ആണ്. ഈ സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ സെന്റൻസ് എന്താണ്, നെഗറ്റീവ് ആണ്. ഓക്കെ, then next question. Dash severe pain I decided not to go. സിവിയർ പെയിൻ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഐ ഡിസൈഡഡ് നോട്ട് ടു ഗോ. ഇൻസ്റ്റന്റ് ഓഫ് ആണോ, ഓൾ ദോ, ബിക്കോസ് ഓഫ്, വിത്ത് എ വ്യൂ? ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? ബിക്കോസ് ഓഫ്. വെരി ഗുഡ്, ബിക്കോസ് ഓഫ് ആണ് ആൻസർ വരുന്നത്. ഇതിൽ നമുക്ക് ഒരു ഇതിന്റെ കൂടെ ഒരു പോയിന്റും കൂടി പഠിക്കാം. അതായത് എന്താണ്, വിത്ത് എ വ്യൂ ടു. വിത്ത് എ വ്യൂ ടു വരുമ്പോൾ എന്ത് വരണം, വെർബിന്റെ കൂടെ ING ഫോം വരണം. അപ്പൊ ടു കഴിഞ്ഞാൽ നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോം അല്ലേ യൂസ് ചെയ്യുക, അങ്ങനെ ചിന്തിക്കരുത്. വിത്ത് എ വ്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് വേണം, വെർബിന്റെ ING ഫോം ആണ് വരേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഈ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഇതിലല്ല, നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നിങ്ങളിത് ശ്രദ്ധിക്കണം. വിത്ത് എ വ്യൂ വന്നു കഴിഞ്ഞാൽ വെർബിന്റെ ING ഫോം ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഇവിടെ ചോദിച്ചത് സിവിയർ പെയിൻ ഐ ഡിസൈഡഡ് നോട്ട് ടു ഗോ.
അതിന് പകരം നമുക്ക് വിത്ത് എ വ്യൂ വരുന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെർബിന്റെ ing ഫോം വരണം. ഓക്കെ. Then next question. She dashed to see her uncle. Can you guess? She dashed to see her uncle. She went. Went. Then any other options? She has gone. She has gone to see her. ഓക്കെ, കുറെ പേര് കുറെ ആൻസേഴ്സ് പറഞ്ഞു. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഷീ ഡാഷ് ടു സീ ഹെർ അങ്കിൾ. അല്ലെ, കഴിഞ്ഞു പോയ ഒരു പാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടൈമിന് സ്പെസിഫൈ ചെയ്ത് പറയും, ടൈം സ്പെസിഫൈ ചെയ്യാണ്ട് പറയും. പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യം നമ്മൾ ടൈം സ്പെസിഫൈ ചെയ്തിട്ടും പറയും, ടൈം സ്പെസിഫൈ ചെയ്യാണ്ടും പറയും. അങ്ങനെ നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മാർക്കറ്റിൽ പോയി. ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി. അപ്പൊ 2 സെന്റൻസ് അവിടെ വന്നു അല്ലെ. ഞാൻ മാർക്കറ്റിൽ പോയി എന്നും വന്നു, ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി എന്നും വന്നു. അപ്പോൾ നമ്മൾ അവിടെ വെൻ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോൾ എപ്പോൾ, അപ്പോൾ ഇന്നലെ എന്നുള്ളൊരു ആൻസർ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അവിടെ ടൈമിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടൈം സ്പെസിഫൈ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ പറയാ. ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മളത് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ടൈം സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ? ഷീ ഡാഷ് ടു സീ ഹെർ അങ്കിൾ. വെൻ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഏത് ടെൻസിലാണ് നമ്മൾ പറയാ? പ്രസന്റ് പെർഫെക്റ്റ്. Has gone. യെസ്, ഹാസ് ഗോൺ. ഓക്കെ. ടൈം സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ വെൻ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ടൈം സ്പെസിഫൈ ചെയ്യാണ്ടാണ് പറയുന്നുണ്ടെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം നമുക്കറിയാം എങ്ങനെയാണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ വരാ? ഹാസ് ഗോൺ. ഓക്കെ. Did you understand? Yes, ma'am. Then next question. Dash you will reach on time. If you start early, or if you had started early, if you started early, if you had been started early. If you start early. If clause ആണല്ലേ. വെരി ഗുഡ്. if clause ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? if clause 3 types of if clause ഉണ്ട്. if clauseും മെയിൻ ക്ലോസും വരും. ഇപ്പൊ നമ്മളോട് ഇവിടെ if clause ആണ് ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ if clauseൽ 3 types of if clause ആണുള്ളത്. 3 type. അത് നന്നായിട്ട് ഓർത്ത് വെച്ചാൽ, അതിന്റെ ആ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. if clause സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ will, shall, can എന്തിലുണ്ടായിരിക്കും? മെയിൻ ക്ലോസിലുണ്ടായിരിക്കും. then if clause simple past ആണെങ്കിൽ would, should, could. if clause past perfect ആണെങ്കിൽ would, should, could, have plus V3. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? you will reach on time അല്ലെ. ഇവിടെ will ആണ് വന്നിട്ടുള്ളത്. അപ്പം if clause എന്തിൽ വരണം? സിമ്പിൾ പ്രസന്റിൽ വരണം. so the answer is, if you start early, you will reach on time. Okay. if clause 3 types of if clause ഉണ്ട്. അതിൽ if clauseന്റെ സ്ട്രക്ചറും മെയിൻ ക്ലോസിന്റെ സ്ട്രക്ചറും മനസ്സിലാക്കി വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. then next question. my brother is dash. അവിടെ ഇതുണ്ട് കേട്ടോ, fill in the blanks ആണ്. my brother is dash taller than, more taller than me, tall than me, tallest than me. അപ്പൊ ഇവിടെ കമ്പാരിസൺ ആണ് പറയുന്നത്. ബ്രദറും my brother is
taller. My brother is dash. അതിൽ നമ്മൾ 2 കമ്പാരിസൺ, 2 പേഴ്സൺ തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. 3 ടൈപ്സ് ഓഫ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്. ഏതൊക്കെയാണ് അറിയോ? പോസിറ്റീവ് ഡിഗ്രി, Comparative, superlative. ഡിഗ്രി. ഓക്കെ, കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എന്താണ്? നമ്മൾ 2 വ്യക്തികൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനെ ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? 2 ആളാണ് അല്ലെ? മൈ ബ്രദറും എന്നെയും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കമ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷനിൽ മീന്നും കൂടി ഉണ്ട്, അതൊന്ന് വിട്ടുപോയതാട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ടോളിന്റെ പോസിറ്റീവ് ഡിഗ്രി ആണ് എന്ത്? ടോളർ, ടോളസ്റ്റ്. സൂപ്പർലേറ്റീവ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്താ പറയുന്നത്? ടോളർ. കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെ എപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദാൻ യൂസ് ചെയ്യും. കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെ എപ്പോഴും ദാൻ യൂസ് ചെയ്യും. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെ ഇപ്പൊ ഈ ടോളസ്റ്റിന് മുന്നേ ദി ടോളസ്റ്റ് എന്നുണ്ടായിരിക്കും. ഓക്കെ, കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെ ദാനും സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെ ദായും കൂടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഏതായിരിക്കും വരുന്നുണ്ടാവുക ആൻസർ? Taller than. ദാൻ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് അവിടെ വരുന്നത്. ടോൾ, ടോളർ, ടോളസ്റ്റ്. അപ്പൊ ഇവിടെ ഏതാ വരാം? ടോളർ ദാൻ. ഓക്കെ, ഈ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 ഫോംസും അറിഞ്ഞിരിക്കണം. അപ്പൊ മാത്രമേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, കമ്പാരിറ്റീവ് ഡിഗ്രി എപ്പോഴും 2 വ്യക്തികൾ തമ്മിലുള്ള കമ്പാരിസൺ ആയിരിക്കും. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനെ, ഇപ്പൊ നിങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടീനെ, ആ ക്ലാസ്സിൽ മുഴുവൻ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുന്നേ എപ്പോഴും നമ്മൾ ദ യൂസ് ചെയ്യും. കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെ ദാനും യൂസ് ചെയ്യും. ഓക്കെ, 1 minute. മാമിനോട് പോയിട്ട് പറയും, ഫോണിൽ കോൾ വരുന്നത് കട്ട് ചെയ്യാൻ പറയും. കട്ട് ചെയ്താല് സൗണ്ട് ലോ ആവും, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാത്തത്. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടോ ഇപ്പോ? Yes, ma'am. Okay, next question. Identify the statement that is correct. ഏത് സ്റ്റേറ്റ്മെന്റ് ആണോ കറക്റ്റ് അത് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. Neither Ram nor his friends is interested in doing the business. Neither Ram nor his friends was interested in doing the business. Neither Ram nor his friends is being interested in doing the business. Neither Ram nor his friends are interested in doing the business. ഏതായിരിക്കും വരുന്നുണ്ടാവുക? പറയാൻ പറ്റുമോ ഏത് ആൻസർ എന്ന്? ആണോ മാം? അല്ലേ ഡിയർ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെയ്തർ നോർ അല്ലെ? നെയ്തർ നോറിനെ കുറിച്ചിട്ടാണ് നമ്മൾ നെയ്തർ നോർ. അപ്പൊ നെയ്തർ നോർ വരുമ്പോ എങ്ങനെയാണ് നമ്മൾ ഓക്സിലറി വെർബ് യൂസ് ചെയ്യുന്നത്? ആ സെന്റൻസിൽ ഓക്സിലറി വെർബ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കണം. ഇപ്പൊ നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ 3 സംഭവങ്ങളും ഈ 3 കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഓക്സിലറി വെർബ് കൊടുക്കാന്ന് നമ്മൾ ആദ്യം നോട്ട് ചെയ്യണം. ഇപ്പൊ നോക്ക്, നെയ്തർ നോർ വരുമ്പോ സെക്കൻഡ് സബ്ജക്റ്റ്, അവിടെ നമ്മൾ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സെക്കൻഡ് സബ്ജക്റ്റ്. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ആരാണ്? റാം ആണ് ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ്. ദെൻ സെക്കൻഡ് സബ്ജക്റ്റ് വരുന്നത് ആരാണ്? ഹിസ് ഫ്രണ്ട്സ് അല്ലെ? ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ.
പ്ലൂറൽ ആണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് സബ്ജക്റ്റ് ഇവിടെ പ്ലൂറൽ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഓക്സിലറി വെർബ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട്സ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏത് ഓക്സിലറി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? അപ്പൊ അത് നിങ്ങൾ നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ 3 റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാലും സെക്കൻഡ് സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഓക്സിലറി വെർബ് എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഓക്സിലറി വെർബ് എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ദ ആൻസർ ഈസ് നെയ്തർ റാം nor his friends are interested in doing the business. Okay, next question പോവാം. Yes, ma'am. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നു. ഡാഷ് ഹോണസ്റ്റ് മാൻ ക്യാൻ നെവർ ബി ബ്രൈബ്ഡ്. What do you mean by bribe? Kaikuli. അല്ലേ? Man never. An honest man. ഓപ്ഷൻ ബി. ഓപ്ഷൻ അല്ലേ, ഓപ്ഷൻ ബി വരാൻ കാരണം ഇപ്പൊ നമ്മൾ എല്ലാവരും ചിന്തിക്കും അവിടെ എച്ച് അല്ലേ വന്നിട്ടുള്ളത്, എച്ച് ആയതുകൊണ്ട് എന്തുകൊണ്ട് എ വന്നില്ല അല്ലേ. നമുക്കറിയാം വൊവൽസിന്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ആൻ യൂസ് ചെയ്യണത്. എ ഇ ഐ ഒ യു എന്നുള്ള വൊവൽസിന്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, എ യൂസ് ചെയ്യണത്. ഇവിടെ പക്ഷെ നമ്മൾ ഹോണസ്റ്റ് മാൻ എന്നാണെങ്കിലും എച്ച് അവിടെ എന്താണ്, സൈലന്റ് ആണ് അല്ലേ. അവിടെ വവൽ സൗണ്ട് ആണ് വരുന്നത്. ഏതാണ്, ഓ എന്നുള്ള സൗണ്ട് ആണ്. സോ ദ ആൻസർ ഈസ് ആൻ. ആൻ ഹോണസ്റ്റ് മാൻ ക്യാൻ നെവർ ബി ബ്രൈബ്ഡ്. ഓക്കെ, ദെൻ എക്സാംസിന് എല്ലാ എക്സാമിനും കാറ്ററ്റ് 1, 2 or 3 ഏത് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, ഫ്രൈസൽ വെർബ്. ഓക്കെ, ഫ്രൈസൽ വെർബ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഫ്രൈസൽ വെർബ് എന്തായാലും ചോദിക്കും. അത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ദ മീറ്റിംഗ് വാസ് ഡാഷ് ബിക്കോസ് ഓഫ് ബാഡ് വെദർ. ഏതായിരിക്കും ഗസ് ചെയ്യാൻ പറ്റും ആൻസർ? ഡി ആണോ? അല്ലെ, പുട്ട് ഓഫ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു പുട്ട് ഓഫിന്റെ മീനിങ് എന്താ വരുന്നത്? അല്ലെ, മീറ്റിംഗ് ചെയ്തു, പോസ്റ്റ്പോണ്ട് ചെയ്തു ബിക്കോസ് ഓഫ് ബാഡ് വെദർ. ഇപ്പൊ കോൾ ഓഫിന്റെ ക്യാൻസൽ. അപ്പൊ നമുക്ക് പഠിക്കാൻ ഒരു ഈസി വേ എന്ന് വെച്ചാൽ CCPP അല്ലെ, കോൾ ഓഫ് ക്യാൻസൽ CC, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ PP, റൈറ്റ്. ഇനി നെക്സ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ള എന്റെ കൂടി മീനിങ് നമുക്ക് അറിയണം വേണ്ടേ? അപ്പൊ പുട്ട് ഡൗൺ മീൻസ് ടു ക്രിട്ടിസൈസ്, പുട്ട് ഓഫ് ടു പോസ്റ്റ്പോൺ, പുട്ട് ഓൺ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും പുട്ട് ഓൺ. പുട്ട് ഔട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈസൽ വെർബ് തന്നെയാണ്. ടു എക്സ്റ്റിംഗ്വിഷ്, പുട്ട് അപ്പ്, ടു അക്കോമഡേറ്റ് or to display. Okay, the next question, what is interesting about this valley, this its silence, this sentence means. ഈ സെന്റൻസ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് ആണോ? യെസ് അല്ലേ. നിങ്ങൾ വാട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഓക്കെ, വാട്ട് കണ്ടാൽ അതൊരു ക്വസ്റ്റ്യൻ വേർഡ് അല്ലേന്ന് വെച്ചിട്ട് പെട്ടെന്ന് ആരും ക്വസ്റ്റ്യൻ പോയി മാർക്ക് ചെയ്യരുത്. നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി അഗെയിൻ റീഡ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഈ കാറ്ററ്റിന് എക്സാം ഹാളിൽ കയറുന്ന ടൈമിൽ ഒരിക്കലും അവർ നമ്മൾ വാച്ച് യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. ടൈമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ധൃതിയിൽ നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവരുത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ബബിൾ ചെയ്യുന്ന ടൈമിലും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമ്മളിപ്പോൾ 90s ഇപ്പോൾ ഒരു 95ന്റെ ആൻസർ ചെയ്യാനെങ്കിലും അറിയാണ്ട് നമ്മൾ കഴിയുന്നത് 96ലേക്ക് ആയി പോകും. കാരണം അത്രയും ക്ലോസ് ആയിട്ടാണ് ഓരോ ആൻസേഴ്സും നമ്മൾ ബബിൾ ചെയ്യാൻ കിടക്കുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങളത് കറക്റ്റ് ആയിട്ട് ചെയ്യുക.
അതുപോലെ തന്നെ നമുക്ക് ടൈം നോക്കാനൊന്നും വാച്ചോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അവരെ ബെല്ലിങ്ങിൽ മാത്രമാണ് നമ്മൾ ടൈം എത്രയായെന്ന് അറിയുള്ളൂ. വാച്ചൊക്കെ എക്സാമിന് മുന്നേ അവർ വാങ്ങിച്ചു വെക്കും. അപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എക്സാം എഴുതായിരിക്കാം. ഓക്കെ. The next question, identify the statement that is correct. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. What does he think of himself? What do he think of himself? What does he thinks of himself? What do he thinks of himself? Option A. What he thinks of himself. Option A. Option A. Any other options? ഓക്കെ, ലിസൺ. ഇപ്പൊ നമ്മള് ഡു ഡിഡ് ഡസ് വന്നാൽ വെർബിന്റെ ഏത് ഫോമാ യൂസ് ചെയ്യേണ്ടത്? First form. അല്ലേ? ഡസ് എന്താണ്? സിംഗുലർ ആണ്. ഡു പ്ലൂറൽ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ആൻസർ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. ഡു ഡസ് ഡിഡ് വന്നാൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും. ഹാസ് ഓർ ഹാവ് വന്നാൽ വെർബിന്റെ തേർഡ് ഫോം ആയിരിക്കും. ഡസ് സിംഗുലർ ആയിരിക്കും. ഡു പ്ലൂറൽ ആയിരിക്കും. Then next, I ought to be the. ഇതെന്താണ്? ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യല്? അതിന്റെ ഓക്സിലറി എടുത്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കി എഴുതും. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ചെയ്യും. അപ്പൊ ഇതിൽ ഏതായിരിക്കും വരുന്നുണ്ടാവും ആൻസർ? ഐ ought to be the. Shouldn't I? Yes, I ought to be the. ഇപ്പൊ നമ്മൾ am ആണെന്നുണ്ടെങ്കിൽ എന്താ യൂസ് ചെയ്യാ? ആറ്. ആണെന്നുണ്ടെങ്കിൽ ആറിന്റെ യൂസ് ചെയ്യും. ആണെങ്കിൽ used to. യൂസ്ഡ് ടു ആണെങ്കിൽ ഡിഡിന്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുക. യൂസ്ഡ് ടു ആണെങ്കിൽ ഡിഡിന്റെ യൂസ് ചെയ്യും. ഓട്ടുവിന്റെ കൂടെ ഷുഡിൻ അല്ലേ? നമ്മൾ ആ ഒരു കടമയാണ്, നിങ്ങൾ തീർച്ചയായും അത് കാര്യം ചെയ്യണം. അപ്പൊ അവിടെ എന്താ വരുന്നത്? ഷുഡിൻറ്റ്. യൂസ്ഡ് ടുവിന്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡിഡിൻറ്റ്. ഓക്കെ. Then during a classroom activity, a statement like what I really liked about your talk by a classmate is a instance of. ഇപ്പൊ ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റിയിൽ ഒരു കുട്ടി അവന്റെ ഫ്രണ്ടിനോട് പറയാണ് വാട്ട് ഐ റിയലി ലൈക്ഡ് അബൌട്ട് യുവർ ടോക്ക്. അത് എന്ത് തരം അസസ്മെന്റ് ആണ്? സെൽഫ് അസസ്മെന്റ് ആണോ? ടീച്ചർ അസസ്മെന്റ് ആണോ? പിയർ അസസ്മെന്റ് ആണോ? സമ്മേറ്റീവ് അസസ്മെന്റ് ആണോ? Peer assessment. യെസ്, പിയർ അസസ്മെന്റ് അല്ലേ? ഒരു കുട്ടിയിലെ ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. ദാറ്റ് ഈസ് പിയർ അസസ്മെന്റ്. Then next, the sky is dash us, over, up, above, front of. ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? Above. അബവ് വരാൻ കാരണം വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? Any other options? ഓക്കെ, എബോവ് വരാൻ കാരണം എന്താണ്? നമ്മൾ അതും കൂടി അറിയണം അല്ലേ? എബോവും ഓവറും നമ്മളെ മനസ്സിൽ രണ്ട് ആൻസേഴ്സ് ആവും വരുന്നുണ്ടാവും. ഒന്ന് ഓവർ ഓർ എബോവ്. എബോവ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോ ഒരു മെറ്റീരിയൽ അല്ലേ? ഇപ്പൊ സ്കൈ എന്താണ്? നമ്മളിൽ നിന്നും ഒരുപാട് ഡിസ്റ്റൻസിലാണ് അല്ലെ? നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത അത്രയും ഡിസ്റ്റൻസിലാണ് എന്ത്?
സ്കൈ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എന്താണ്, എബവ് ആണ് യൂസ് ചെയ്യുക. ദെൻ ഓവർ നമ്മൾ യൂസ് ചെയ്യുക എപ്പോഴാ, സ്കൈയുടെ അത്ര ഡിസ്റ്റൻസ് ഇല്ല, പക്ഷെ നമുക്ക് ആ ഏരിയ എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എബവ് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, വി കാൺ ടച്ച്. ബട്ട് ഓവർ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ്ലി സ്മോൾ ഡിസ്റ്റൻസ്. ഓക്കെ, the next question. Tom accompanied by his children dash gone for a picnic. Tom accompanied by dash by his children dash gone for a picnic. Which is the answer? Has, have, is, will. ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? Have ആണ് ma'am. No dear. Any other options? Has. Is ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോം അക്കമ്പനേഡ് ബൈ, ഇത് നമ്മുടെ കോൺകോർഡിന്റെ ഭാഗമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അക്കമ്പനേഡ് ബൈ അല്ലെ, ഈ ഒരു വേർഡാണ്. ഇതുപോലെ വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, ആ വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു ഇതിലൊരു ട്രിഗറിങ് പോയിന്റ് ആണ് ഏത്, അക്കമ്പനേഡ് ബൈ എന്നുള്ളത്. അതുപോലെ വരുന്ന കുറച്ച് വേർഡ്സ് ആണ് ആസ് വെൽ ആസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അതൊക്കെ വരുമ്പോൾ നമ്മൾ ഏതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞത്, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്, നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ വരും സെക്കൻഡ് സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ ഇതിൽ വരുന്ന കുറച്ച് വേർഡ്സ് ആണ് എന്ത്, accompanied by, as well as, along with, together with. അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്, അത് പഠിക്കാനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ദെൻ ഇങ്ങനെ ഈ ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാണ്, ഫസ്റ്റ് സബ്ജക്റ്റിനായിരിക്കണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ടോം ആണ്. ടോം എന്താണ്, സിംഗുലർ ആണ് അല്ലേ, ടോം സിംഗുലർ ആണ്. പക്ഷെ സിംഗുലർ ആണെന്ന് വെച്ചിട്ട് അവിടെ ഈസ് വരുമോ, ഇല്ല, ഈസ് വരില്ലല്ലോ. ഇവിടെ എന്താണ്, ഡാഷ് ഗോൺ ആണ്, വെർബിന്റെ തേർഡ് ഫോം ആണ് വരുന്നത് അല്ലെ. ഗോൺ എന്നുള്ളത് വെർബിന്റെ തേർഡ് ഫോം ആണ്. ടോം സിംഗുലർ അല്ലേ, ഈസ് ആവുന്ന് വെച്ചിട്ട് പെട്ടെന്ന് ആര് പോയി ആൻസർ. സോ ആൻസർ ഹാസ് ആണ് വരാം. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? Yes, ma'am. ഓക്കെ, അതിൽ വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഒരു ഈസി വേ എന്നുള്ള ലെവലിലാണ് പറയുന്നത്. ഇതൊരു കോഡാണ്. അസ്മത് ഫേം ആയിട്ട് ബി എ അക്കമ്പനേഡ് ചെയ്തു. ഇതൊരു കോഡായിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പൊ അസ്മത്, അപ്പൊ എ എസ് വെച്ച് നമുക്ക് എന്തൊക്കെ പറയാം, ആസ് വെൽ ആസ് മച്ച് ആസ് മെനി ആസ്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്. എഫ് വെച്ചിട്ട് followed by I, in addition to, or, rather, M, moreover, beside, B, B എന്താണ്, besides, except, excluding, accompanied by. ഈ ഒരു വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വേർഡ്സ് നമ്മൾ എന്തായിരിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു വേർഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ റൂൾ എന്താണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ഫസ്റ്റ് സബ്ജക്റ്റിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇഫ് ദ ഫസ്റ്റ് സബ്ജക്റ്റ് ഈസ് സിംഗുലർ, വെർബ് ഓൾസോ സിംഗുലർ. ഇഫ് ദ ഫസ്റ്റ് സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, വെർബ് ഓൾസോ പ്ലൂറൽ. ഓക്കെ, മനസ്സിലായി? മാം ആ കോഡ് ഒന്നുകൂടെ പറയോ? അസ്മത്ത് ഫേം ആയിട്ട് ബി എ അക്കമ്പനേഡ് ചെയ്തു. ആഫ്റ്റർ ദി ക്ലാസ് ഐ വിൽ ഷെയർ ദിസ്
PPT to Ramida Miss. Okay. അപ്പോൾ നിങ്ങൾക്കിത് ഇത് വെച്ചിട്ട് പഠിക്കാൻ സാധിക്കും. ഞാൻ ക്ലാസ്സിന് ശേഷം ഈ PPT മാമിന് ഷെയർ ചെയ്യാം. ഓക്കെ. ഓക്കെ ഡിയേഴ്സ്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ നമ്മള് ടോം സിംഗുലർ അല്ലേ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് പോയിട്ട് ഈസ് പോയി എഴുതരുത്. ഇവിടെ വേർബിന്റെ ഏത് ഫോമാണ്, V1 ആണോ V2 ആണോ V3 ആണോ എടുക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ദെൻ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ ടോം എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും പെട്ടെന്ന് ഈസ് എന്നുള്ളത് നമ്മളെ മനസ്സിൽ പോകും. പക്ഷെ ഇവിടെ ഗോൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്താ വരിക? ഹാസ് ഗോൺ. ഓക്കെ. ആ കോഡ് നന്നായിട്ട് പഠിച്ചെടുക്കുക. അസ്മത്ത് ഫേം ആയിട്ട് BA അക്കമ്പനീഡ് ചെയ്തു. As well as much as many as, along with, together with, beside, except, excluding, followed by, in addition to, rather, accompanied by. എപ്പോഴും ഇങ്ങനത്തെ വേർഡ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ മുന്നേ പറഞ്ഞത് നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ആൻഡ് എയ്തർ ഓർ. ഇത് വന്നു കഴിഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. Okay, did you understand? Okay, next question go on. Next question go on. Okay. Then dear dash easy pray for tigers. Is, are, were, was ആണ് അവിടെ ഉണ്ടായിരുന്നത്. were ഓപ്ഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. C was, D were. Dear dash easy pray for tigers. എന്തായിരിക്കും ആൻസർ വരാ? ഗസ് ചെയ്തൊക്കെ എന്താ ആൻസർ വരാന്ന്? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ലേ. നിങ്ങളെല്ലാരും റെസ്പോണ്ട് ചെയ്യും. അപ്പോഴല്ലേ ക്ലാസ്സിൽ ഒരു രസം ഉണ്ടാവുള്ളൂ. 6 ആണ് മിസ്സേ. Then any other options? ഓക്കെ. ആൻസർ വരുന്നത് 6 ആണ്. പക്ഷെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാന്ന് വെച്ചാല് ഡിയർ എന്നുള്ളത് എന്താണ്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഡിയറിന്റെ സിംഗുലറും പ്ലൂറലും എന്ത് തന്നെയാണ്? ഡിയർ തന്നെയാണ്. ഡിയേഴ്സ് എന്ന് വരുന്നില്ല. പിന്നെ ഇത് നമുക്ക് കൺഫേം ചെയ്യാൻ ഒരു ഈസി വേ എന്ന് പറഞ്ഞാൽ ഈസി പ്രേ ഫോർ ടൈഗേഴ്സ് അല്ലേ. ടൈഗേഴ്സ് എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. എന്താണ് ടൈഗേഴ്സിന്റെ ഏറ്റവും വേഗത്തിൽ അവർ ഇര പിടിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ആരെയാണ്? ഡിയറിനെയാണ്. അപ്പൊ ടൈഗേഴ്സ് എന്നാണ് നമുക്ക് ഇവിടെ ലാസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ലാസ്റ്റിൽ ടൈഗേഴ്സ് വന്ന കാരണം തന്നെ ഇത് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ഡിയർ എന്നുള്ളത് പ്ലൂറൽ ആണ്. പക്ഷെ എന്തുകൊണ്ട് വേറെ വന്നില്ല? അത് നിങ്ങൾ ചിന്തിക്കണം. പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് അവിടെ വേറെ എഴുതിക്കൂടെ? അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഇതൊരു ഫാക്റ്റ് ആണ് അല്ലെ. ഫാക്റ്റ് എപ്പോഴും നമ്മൾ ഏത് ടെൻസിലാണ് പറയല്? പ്രസന്റ് ടെൻസിലാണ് പറയല്. ഇതൊരു ഫാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അവിടെ ആറാണ് യൂസ് ചെയ്യുക. ഓക്കെ. ഇങ്ങനെ സെയിം സിംഗുലറും പ്ലൂറലും സെയിം ആയിട്ട് വരുന്നതുണ്ട്. ഇപ്പൊ ഫിഷിൻ്റെത് എന്താണ്? ഫിഷ് തന്നെയാണ്. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചിന്തിക്കണം. ഇവിടെ ടൈഗേഴ്സ് എന്ന് വന്നത് കൊണ്ട് എന്താണ്? ഇത് പ്ലൂറൽ ആണ്. ഡിയർ എന്നുള്ളത് എന്താണ്? പ്ലൂറൽ ആണ്. സോ ദ ആൻസർ ഈസ് ആർ. ഓക്കെ. ഇതെന്താണ്? ഫാക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്തിലാ യൂസ് ചെയ്യുന്നത്? പ്രസന്റ് ടെൻസ്. ഓക്കെ. Then next one, swimming is good for your health. Here underlined word is adverb, gerund, article,
infinitive. Gerund form. Okay. Then swimming is good for health. Here underline word is അല്ലെ, underline word എന്താണ്? gerund ആണ് അല്ലെ. എന്താണ് gerund എന്ന് പറഞ്ഞാല്? ing form. ing form മാത്രാണോ? അല്ല. gerund should be a noun. gerund should be a noun അല്ലെ. gerund എന്തായിരിക്കും? ഒരു noun ആയിരിക്കും. പക്ഷെ സ്വിമ്മിങ് അല്ലെ, സ്വിമ്മിങ്, റീഡിങ്, റൈറ്റിംഗ്, പ്ലേയിങ്, ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ എന്തായിട്ടാണ് പഠിച്ചിട്ടുള്ളത്? വേർബ് ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് എന്തായിട്ടാണ് വരുന്നത്? സ്വിമ്മിങ് എന്ന് പറയുന്നത്, സ്വിമ്മിങ് അവിടെ നൗൺ ആയിട്ടാണെന്നില്ല. സ്വിമ്മിങ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. സ്വിം ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് പകരം വേറൊരു വേർഡ് വരെയാണ്. ഐ സോ ഹിം സ്വിമ്മിങ്. ഐ സോ ഹിം സ്വിമ്മിങ്. ഇതിൽ ഏതായിരിക്കും ജെറൻഡ് വരിക? അല്ലെങ്കിൽ ഹി ഈസ് പ്ലേയിങ്. ആ ഒരു വേർഡിൽ ജെറൻഡ് ഇല്ല. പ്ലേയിങ് ഈസ് എ ഗുഡ് ഹോബി. പ്ലേയിങ് ഈസ് എ ഗുഡ് ഹോബി നമ്മൾ പറയുമ്പോൾ അവിടെ ഏതാണ് ജെറൻഡ് വരുന്നത്? പ്ലേയിങ് അല്ലെ. പ്ലേയിങ് എന്നുള്ളതാണ് അവിടെ എന്ത് വരുന്നത്? ജെറൻഡ് ആയിട്ട് വരുന്നത്. അപ്പൊ മോൾ പറഞ്ഞ ശരി തന്നെയാണ്, ing ഫോം തന്നെയാണ് വരുന്നത്. 90% ing ഫോം വരുന്നത് എന്ത് തന്നെയാണ്? ജെറൻഡ് തന്നെയാണ്. ഇവിടെ സ്വിമ്മിങ് ഈസ് എ ഗുഡ് ഫോർ യുവർ ഹെൽത്ത് എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജെറൻഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്വിമ്മിങ് ing ഫോം അല്ലേ എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് റിലേറ്റ് ചെയ്യരുത്? അത് വെർബോ അല്ലെങ്കിൽ ആഡ്വേർബോ എന്നുള്ള രീതിയിൽ റിലേറ്റ് ചെയ്ത് ചിന്തിക്കരുത്. Okay. The next question. Which theory emphasizes the role of imitation and reinforcement? Reinforcement in language acquisition. നമ്മൾ സൈക്കോളജിയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടാണിത്. Which theory emphasizes the role of imitation and reinforcement? Role of imitation and reinforcement കൊടുക്കുന്നത് ഏത് തിയറിയിലാണ് നമ്മൾ പഠിക്കുന്നത്? ബിഹേവിയറിസ്റ്റ് തിയറി. ഓക്കെ. ഏത് തിയറിയിലാണ്? നിങ്ങൾ തേർഡ് സെം ആണോ? ഇപ്പൊ തേർഡ് സെം ആണോ നിങ്ങള്? അല്ല, ഞാൻ പാസ് ഔട്ട് ആയത്. പാസ് ഔട്ട് ആയതാണ്. ഓക്കെ ഡിയർ. അപ്പൊ നമ്മൾ ഏതിലാണ് വരുന്നത്? ബിഹേവിയറിസ്റ്റ് തിയറി ആണ് വരുന്നത്. ഓക്കെ. Then what is the main purpose of reflective practice in language learning? Language learning reflective practice-ന്റെ main purpose എന്താണ്? Reflective practices അതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു അസസ് ദ ടീച്ചേഴ്സ് പെർഫോമൻസ്. ഒരു ടീച്ചറുടെ പെർഫോമൻസ് അസസ് ചെയ്യലാണോ? ടു എൻഹാൻസ് ദ സ്റ്റുഡൻസ് മോട്ടിവേഷൻ ആണോ? ടു ഇംപ്രൂവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. ടു പ്രൊമോട്ട് സ്റ്റുഡൻറ് കൊളാബറേഷൻ. വിച്ച് ഈസ് ദ ആൻസർ? ഒരു മെയിൻ പർപ്പസ് എന്താണ് വരുന്നത്? റിഫ്ലക്റ്റീവ് സി ആണല്ലേ. ടു ഇംപ്രൂവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. Then next, which of the following activities is most effective for developing speaking skills? സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഏതാണ്? റീഡിംഗ് അലൗഡ്, റൈറ്റിംഗ് എസ്സേസ്, വാച്ചിങ് മൂവി titles. No dear. ഇപ്പൊ നമ്മൾ നോക്കൂ, റീഡിംഗ് അലൗഡ് അല്ലേ, നമ്മൾ ഒരുപാട് ഉറക്കെ റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതിന്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക.
അപ്പൊ ദ ആൻസർ ഈസ് റീഡിങ് അലൗഡ്. നമ്മൾ ഉറക്കെ റീഡ് ചെയ്യാം. ഓക്കെ. Okay. Then next, which is the underlying principle of process approach in language learning? പ്രോസസ് അപ്രോച്ചിൽ ലാംഗ്വേജ് ലേണിംഗിന്റെ ഏറ്റവും മെയിൻ പ്രിൻസിപ്പിൾ, അണ്ടർലൈൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് ആണോ? ലേണിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ് ആണോ? ഗ്രാമർ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ലാംഗ്വേജ് ലേണിംഗ്. റിപ്പീറ്റേഷൻ ലെഡ്സ് ടു മാസ്റ്ററി. അണ്ടർലൈൻ പ്രിൻസിപ്പിൾ എന്തിൽ? പ്രോസസ് അപ്രോച്ചിൽ ഇൻ ലാംഗ്വേജ് ലേണിംഗിൽ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത് എന്താണ്? ലേണിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ്. ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ പ്രോസസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ഓഫ് പ്രോസസ് അപ്രോച്ച് ഇൻ ലാംഗ്വേജ് ലേണിംഗ്. ഓക്കെ. Then next question. A word, phrase, sentences or number that read the same backward and forward is called. ഇപ്പോൾ ഒരു വേർഡ്, ഫ്രൈസ് ഓർ സെൻറ്റൻസ് ഇത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ നിന്ന് റീഡ് ചെയ്യുമ്പോഴും ഫ്രണ്ടിൽ നിന്ന് റീഡ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ടും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ സെയിം ആയിട്ട് വരുന്ന ആ ഒരു വേർഡ് നമ്മളൊരു പേര് വിളിക്കും. Palindrome. യെസ്, വെരി ഗുഡ്. എന്നാൽ പാലിൻഡ്രോം വേർഡ്സ് അല്ലേ? പാലിൻഡ്രോം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നോക്കും മലയാളം ഒരു ആഡർ, ഇത് എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റീഡ് ചെയ്യുമ്പോഴും റൈറ്റിൽ നിന്ന് റീഡ് ചെയ്യുമ്പോഴും സെയിം ആണ് അല്ലേ വരുന്നത്? അല്ലേ? Yeah. യെസ്. So that is palindrome words. Then, which among the following is a teacher-centered instruction? Language game, cooperative learning, demonstration, role play. Teacher-centered instruction വരുന്നത് ഏതാണ്? ലാംഗ്വേജ് ഗെയിംസിലാണോ, കോപ്പറേറ്റീവ് ലേണിംഗ് ആണോ, ഡെമോൺസ്ട്രേഷൻ ആണോ, റോൾ പ്ലേ ആണോ? Demonstration ആണോ? യെസ്, വെരി ഗുഡ്. ഡെമോൺസ്ട്രേഷൻ അല്ലേ? ലാംഗ്വേജ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, റോൾ പ്ലേ ഇതൊക്കെ നമ്മൾ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണ് അല്ലേ? നമ്മൾ കുട്ടികളെയാണ് അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത്. പക്ഷെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, ഡെമോൺസ്ട്രേഷനിലാണ് അവിടെ എന്ത് ചെയ്യണത്? ടീച്ചേഴ്സ് സെൻറ്റേർഡ് ആയിട്ട് വരുന്നത്. ഓക്കെ. Then next one, a learning disorder characterized by difficulty in reading. Difficulty in reading. Dyslexia. ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏതായിരിക്കും? ലാംഗ്വേജ് ഡിഫിക്കൽറ്റി ഇൻ Dyslexia. ഡിസ്ലെക്സിയ അല്ലെ? റീഡിങ് ഡിഫിക്കൽറ്റി ആണ് എന്ത്? ഡിസ്ലെക്സിയ. ഡിസ്കാൽക്കുലി എന്താ? Mathematics. Calculational disability. മാത്സിൽ ഡിഫിക്കൽറ്റി ഇൻ മാത്തമാറ്റിക്സ്. Then dysgraphia, Writing. and dyspraxia, Muscle set. dyspraxia, Motor disability. Motor coordination. Muscles in coordination. അത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റി, റിക്വയർമെന്റ്, കോർഡിനേഷൻ ആൻഡ് മൂവ്മെന്റ് അല്ലേ? നമ്മൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ് എന്ത്? ഡിസ്പ്രാക്സിയ. ഇത് മൂന്ന് എല്ലാ കാറ്റഗറിനും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതുപോലെ തന്നെ നമ്മളെ മെന്റൽ ഹെൽത്തും അങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്യണല്ലേ, MA/CA × 100 അങ്ങനെ മറ്റൊരു ഇക്വേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അത്. അതിൽ നിന്ന് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ ഈ ഒരു പോർഷൻ എപ്പോഴും എക്സാമിന് കണ്ടുവരുന്ന ഒരു പോർഷനാണ്. ഓക്കെ. സൈക്കോളജി പാർട്ടിലും ചോദിക്കലുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ പെഡഗോജി ഭാഗത്തും ഈ ഇങ്ങനത്തെ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ഓക്കെ. Okay, next question.
The type of evaluation used to test every aspect of learner's development. CCE, summative evaluation, formative evaluation, classroom evaluation. CCE. Yes, what is the full form of CCE? Continuous and comprehensive evaluation. Yes, very good. Continuous and comprehensive evaluation. Then last question. One of my friends dash going to Japan. Is. One of my friends One of my friends is. ഓഫ് മൈ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കരുത്. ഇവിടെ നമ്മൾ ഫ്രണ്ട്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരോ വേറോ എഴുതരുത്. എൻ്റെ ഫ്രണ്ട്സുകളിൽ ഒരാളെന്നാണ് പറയണത്, അല്ലാണ്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നല്ല ഇവിടെ മീൻ ചെയ്യുന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൽ ഒരാളെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് ഗോയിങ് ടു ജപ്പാൻ. ഓക്കെ ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഹലോ, ഓക്കെ ആണോ? പിന്നെ നിങ്ങളിപ്പോ ഡൂയിങ് ആണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും ഭാഗത്ത് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ദെൻ കാറ്ററ്റ് ഇപ്പൊ ഇംഗ്ലീഷ് മെയിൻ ഇംഗ്ലീഷുള്ളവർ മാത്രമാണോ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത്? അല്ല, എല്ലാ സബ്ജക്റ്റിലും ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് കോമൺ ആണ്, അതായത് എല്ലാവർക്കും വരുന്നതാണ് ഗ്രാമർ പാർട്ട് എന്നുള്ളത്. ദെൻ ഇംഗ്ലീഷിലേക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു പാർട്ട് ഉണ്ട്, അത് കൂടുതലും ലിറ്ററേച്ചർ ബേസിലാണ് ചോദിക്കുന്നത്. ഓരോ റൈറ്റേഴ്സ് കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. നമ്മളെ കാറ്റഗറി 3 ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് ലിറ്ററേച്ചർ പാർട്ടിൽ നിന്നാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ സൈക്കോളജി പാർട്ടിൽ നിന്ന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ കോംപ്രിഹെൻഷൻ പാർട്ട് ഉണ്ട്, ഒരു പാരഗ്രാഫ് റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനുള്ളത്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് കോംപ്രിഹെൻഷൻ പാർട്ടും അതുപോലെ തന്നെ സൈക്കോളജി, ദെൻ ഇംഗ്ലീഷിൽ ഈ ഗ്രാമർ പോർഷൻസും. ലിറ്ററേച്ചർ നന്നായിട്ട് കഴിഞ്ഞവർക്ക് മാത്രമേ ആ ഒരു പാർട്ട് അത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് ഇത് ഗ്രാമർ പാർട്ട് ഫസ്റ്റ് ക്ലാസ് ആണ്. മുന്നേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ദെൻ ടൈമും കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും എക്സാം എഴുതാൻ നോക്കുക. ഞാൻ മുന്നേ പറഞ്ഞില്ല, നമ്മൾ വാച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ നന്നായി കെയർഫുൾ ആയിട്ട് ബബിൾ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, ഒരു ഓപ്ഷൻ ചിലപ്പോൾ ആ ഒരു മാർക്കിനാവും നമുക്ക് മിസ്സാവുന്നുണ്ടാവും. നമുക്ക് അറിയണതാവും, പക്ഷെ നമ്മൾ മാറിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ്റെ അവിടെ പോയി ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. OMR ഷീറ്റ് നിങ്ങൾക്ക് അറിയാലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ OMR ചെയ്യുമ്പോൾ കറക്റ്റ് നന്നായിട്ട് നോക്കി ചെയ്യുക. ദെൻ ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി എക്സാമിൻ്റെ എന്തെങ്കിലും ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കാറ്റഗറി 2 നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യാന്നുള്ളത്. ഇംഗ്ലീഷുകാർ മെയിനായിട്ട് സോഷ്യൽ സയൻസ് ചൂസ് ചെയ്യലാവും നല്ലത്. ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഈസി സോഷ്യൽ സയൻസ് ആയിരിക്കും. നമുക്ക് ചില കുറേ അറിയാത്തവരുണ്ടാവും. നമ്മളുടെ മെയിൻ ഉണ്ടാവും, മലയാളം ഉണ്ടാവും, ദെൻ ഒരു ഓപ്ഷനിലും ഉണ്ടാവും. അത് നമ്മൾ സോഷ്യൽ സയൻസ് ചൂസ് ചെയ്യലാവും നല്ലത്. ഓക്കെ, ഇംഗ്ലീഷുകാർക്ക് വരെ സോഷ്യൽ സയൻസ് ആണ്. ഓരോ സബ്ജക്റ്റിലേക്ക് ഓരോന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ കാറ്റഗറി 3 വരുന്നത് മലയാളം ഉണ്ടായിരിക്കില്ല, ഫുൾ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. സൈക്കോളജി ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് 2 പാർട്ടായിട്ടുണ്ടായിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? താങ്ക് യു നജ്മ. എന്തായാലും വളരെ നല്ല രീതിയിൽ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. തരണ്ട അവസരങ്ങൾ. ഓക്കെ ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം.
But yes, if you have any doubt, you can contact me. Okay. ഓക്കെ. ഒരു PPT share ചെയ്യാം. ഞാനത് കുട്ടികൾക്ക് കൊടുത്തോളാം കേട്ടോ. Thanks.